നമസ്കാരം. ധനകാര്യ വകുപ്പ് നടത്തിയ റാൻഡം പരിശോധനയിലാണ് 1500-ലേറെ പേർ അനർഹമായി സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നുവെന്ന് കണ്ടെത്തിയത്. ഇപ്പോഴിതാ കോട്ടക്കൽ നഗരസഭയിലെ ഒരു വാർഡിൽ പെൻഷൻ വാങ്ങുന്ന 42 പേരിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. BMW കാറിൽ നടക്കുന്നവരും മണിമാളികകളിൽ താമസിക്കുന്നവരുമൊക്കെ കോട്ടക്കലിൽ പെൻഷൻ വാങ്ങുന്നവരാണ്. 2018 മുതൽ 2021 വരെ നടത്തിയ പരിശോധനയിൽ CAG തന്നെ പെൻഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും ധനകാര്യ വകുപ്പിന് 3 വർഷം വേണ്ടി വന്നു ഇത് കണ്ടെത്താൻ. കോളേജ് അധ്യാപകരും സർക്കാർ ജീവനക്കാരും സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന നാട്ടിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ മഞ്ഞുകട്ടയുടെ അറ്റം മാത്രമാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് KS അരുൺകുമാർ, കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, കോട്ടക്കൽ നഗരസഭയുടെ മുൻ ചെയർപേഴ്സൺ KK നാസർ എന്നിവർ ചേരുന്നു. ആദ്യം നാസറിലേക്ക്. നാസർ, ഇതൊരു റാൻഡം പരിശോധനയിലാണ് കോട്ടക്കലിലെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതിൽ ഒരു വാർഡിൽ തന്നെ 42 പേരിൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തുന്നു. നിങ്ങൾ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ഒരാളാണല്ലോ. ഇതിലേക്ക് എൻറോൾ ചെയ്യുന്ന, ഈ സാമൂഹിക ക്ഷേമ പെൻഷനിലേക്ക് എൻറോൾ ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ജനപ്രതിനിധികളുടെ ഒരു സ്ക്രൂട്ടിനി ഇല്ലാതെയാണ് സംഭവിക്കുന്നത്. ഇത് കേവലം ഉദ്യോഗസ്ഥ വീഴ്ചയാണ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. സാർ, ഇതിൽ എന്താ ഉള്ളത് വെച്ചാൽ, നമ്മൾ ഒരു പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പരിശോധന നടത്തി, ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തി വരുമാന സർട്ടിഫിക്കറ്റ് അടക്കം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരികയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി നഗരസഭയിൽ കൗൺസിലിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള പ്രക്രിയയും, അതോടൊപ്പം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാർക്കും റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, അതായത് വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാനം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നഗരസഭയിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത് ഒരു ജനപ്രതിനിധിക്ക് പോയി പരിശോധിക്കേണ്ട കാര്യമോ ആവശ്യമോ ഇല്ലാത്ത ഒരു പ്രക്രിയയാണ് ക്ഷേമകാര്യ പെൻഷൻ എന്ന് പറയുന്നത്. നാസർ, എൻ്റെ ചോദ്യം അതല്ല. ഇപ്പോൾ ഒരു വാർഡിലെ സംഭവം ആ വാർഡ് കൗൺസിലർക്കോ മെമ്പർക്കോ അറിയാവുന്ന കാര്യമാണല്ലോ. ആരൊക്കെയാണ് തൻ്റെ വാർഡിന് കീഴിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് എന്ന്. ഇപ്പോൾ ഒരു വാർഡിൽ 42 പേരിൽ 38 പേർ അനർഹരാണെന്ന് പറയുമ്പോൾ ആ വാർഡ് മെമ്പർക്ക് ഇത് ഫ്ലാഗ് ചെയ്യാമല്ലോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലോ കൗൺസിൽ യോഗത്തിലോ. ശരി, ഇത്തരത്തിലുള്ള 42 പേര് 38 പേര് അനർഹരാണെന്ന് കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനർഹരുടെ ലിസ്റ്റ് എന്ന് പറയുന്ന, അനർഹരാണെന്നുള്ള ലിസ്റ്റ് എവിടെയുള്ളത്? ഇത് റാൻഡമായി ചെക്ക് ചെയ്യാൻ എടുത്തിട്ടുള്ള ഒരു ലിസ്റ്റ് മാത്രമാണ്. ഇതിൽ പരിശോധന നടത്തിയിട്ട് ഞാനിന്ന് ഇത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇതിൽപ്പെട്ട കുറച്ച് പേരെ ഞങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ അർഹരായിട്ടുള്ള പല ആളുകളെയും പേരടക്കമാണ് ഇന്ന് ലിസ്റ്റ് ഔട്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്, അല്ലെങ്കിൽ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾക്ക് മനസ്സിലായത്, ഈ 42 പേരിൽ 38 പേര് അനർഹരാണെന്ന് കണ്ടെത്തിയ പലർക്കും അർഹതയുള്ളവരാണ്. ഈ അനർഹരാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇന്ന് വരെ നഗരസഭയ്ക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അത് പോട്ടെ. അതിപ്പോൾ ഒരു റാൻഡം പരിശോധനയിലാണ്. നിങ്ങൾ പറയുന്നു 42-ൽ 38-ൽ പലരും അർഹരാണ്. ഈ പലരും എന്ന് പറയുമ്പോൾ അനർഹരായ ഒരാളുണ്ടോ അതിൽ? തീർച്ചയായിട്ടും ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ 5400ഓളം പെൻഷനുകൾ കോട്ടക്കൽ നഗരസഭയിൽ മാത്രം കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള അനർഹരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് ശുദ്ധീകരണം നടത്തിയിട്ടുള്ള ഒരു ലിസ്റ്റ് തന്നെയാണ് നഗരസഭകൾക്കൊക്കെ കൊടുക്കേണ്ടത്. അതിൽ നിന്ന് യാതൊരു സംശയവുമില്ല. കോട്ടക്കൽ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ലിസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ നൽകുമ്പോൾ അത് പരിശോധിക്കുക എന്നുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം ചുമതലയിൽപ്പെട്ട കാര്യമാണ്. ഒരു കൗൺസിലർ അത് പരിശോധിച്ച് തരുന്ന ഒരു കീഴ്വഴക്കമൊന്നും ഒരു നഗരസഭയിലും. എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. ഒരു വാർഡിൽ ഒരു ലിസ്റ്റ് വരികയാണ്. അത് എന്തായാലും കൗൺസിലിന്റെ പരിശോധനയിൽ വരുന്ന കാര്യമാണ്. സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് പരിശോധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്വന്തം വാർഡിൽ അനർഹരായ ഒരാളെങ്കിലും ഈ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ വാർഡ് കൗൺസിലറോ മെമ്പറോ അത് ഫ്ലാഗ് ചെയ്യാത്തതെന്ന ക്വസ്റ്റ്യനാണ്. കാരണം ഇതിൻ്റെ ഈ എൻറോൾമെൻറ്റിൻ്റെ പ്രഥമ ഘട്ടം നടക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ്. അവിടെ ഉദ്യോഗസ്ഥർ തൻ്റെ മുമ്പിൽ ലഭ്യമായ വരുമാന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അപേക്ഷയോ മാത്രം പരിഗണിച്ച് എൻറോൾ ചെയ്യേണ്ട, പാസ്സാക്കേണ്ട ഒരു പണിയല്ല ഇത് എന്നുള്ളതുകൊണ്ടാണല്ലോ ഇത് കൗൺസിലിൻ്റെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുമ്പിൽ വരുന്നത്. കേൾക്കില്ല.
ശ്രീ നാസർ, നമ്മളിത് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ അപേക്ഷ വരുന്നു, ഒരാൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. ആ വരുമാന സർട്ടിഫിക്കറ്റും അപേക്ഷയും മാത്രം പരിഗണിച്ചത് പാസ്സാക്കിയാൽ പോരാ എന്നുള്ളതുകൊണ്ടാണല്ലോ നടപടിക്രമത്തിൽ ഇത് തദ്ദേശ സ്ഥാപനങ്ങളിലെ കൗൺസിലിൻ്റെയോ അല്ലെങ്കിൽ ഭരണസമിതിയുടെ മുമ്പിൽ വരികയും അവർ അത് സ്ക്രൂട്ടനൈസ് ചെയ്യുകയും ചെയ്യുന്നത്. കാരണം ഈ ആളുകളെയൊക്കെ നേരിട്ട് അറിയാവുന്ന ആളുകളാണ് ജനപ്രതിനിധികൾ. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥരുടെ തലയിൽ മാത്രം വയ്ക്കുന്നത് എങ്ങനെയാണ്? അല്ല, ഇതിൻ്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നഗരസഭയിൽ വരുന്ന അപേക്ഷകൾ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കും. ഏതൊരാൾക്കും അപേക്ഷ കൊടുക്കാൻ അറിയലുണ്ടായിരിക്കെ അവർ അപേക്ഷ കൊടുക്കുകയും അപേക്ഷകൾ നഗരസഭാ ഉദ്യോഗസ്ഥന്മാരും പോയി പരിശോധിക്കുകയും ആ പരിശോധന റിപ്പോർട്ടുകൾ നഗരസഭയിലേക്ക് തരികയും. ഇപ്പോൾ ഞങ്ങൾ പരിശോധിച്ചത് നമുക്കറിയാം, എല്ലാ സാധനങ്ങളും ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് എല്ലാ റിപ്പോർട്ടുകളും ശരിയാവണ്ണം ശരിയാണെങ്കിൽ മാത്രമേ അവർ റെക്കമെൻഡ് ചെയ്ത് തരികയുള്ളൂ. അത്തരത്തിലുള്ള ഒരാളുടെ എല്ലാ പേപ്പറും റെഡിയായാൽ മാത്രമേ നഗരസഭാ കൗൺസിൽ അത് പാസ്സാക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു പരിശോധന നഗരസഭാ കൗൺസിലർമാർ ഇതുവരെ ചെയ്ത ചരിത്രമില്ല. അത്തരത്തിലുള്ള രീതിയിൽ പോകലില്ല. നാസർ, ഞാൻ ഒന്നുകൂടി വ്യക്തമായിട്ട് ചോദിക്കാം. ഇപ്പോൾ ഒരു വ്യക്തി ഈ സാമൂഹിക ക്ഷേമ പെൻഷന് വേണ്ടി അപേക്ഷ തദ്ദേശ സ്ഥാപനത്തിൽ നൽകുന്നു. അയാൾ അതിൽ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഈ വരുമാന സർട്ടിഫിക്കറ്റ് അയാൾ അവിഹിതമായി മറ്റു രീതിയിൽ കൈവശപ്പെടുത്തിയ ഒന്നാണെന്ന് കരുതുക. ഈ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് ഈ ഉദ്യോഗസ്ഥന് ഇത് സാങ്ഷൻ ചെയ്യുന്നു. പിന്നീട് നിങ്ങളുടെ മുമ്പിൽ സ്ക്രൂട്ടനൈസ് വരുമ്പോഴാണല്ലോ യഥാർത്ഥത്തിൽ അത് ഫ്ലാഗ് ചെയ്യപ്പെടേണ്ടത്. കാരണം ഈ ജനപ്രതിനിധികൾക്കാണ് ഈ ആളുകൾ നേരിട്ടറിയുക. ഇപ്പോൾ ഒരു 3000 സ്ക്വയർ ഫീറ്റ് കെട്ടിടത്തിൽ താമസിക്കുന്ന BMW കാറിൽ നടക്കുന്ന ഒരാൾ അപേക്ഷയുമായി വന്നാൽ ഇതങ്ങനെയല്ലല്ലോ, ഇത് പ്രശ്നമാണല്ലോ എന്ന് കണ്ടെത്തേണ്ടത് നിങ്ങളാണല്ലോ. അല്ല സർ, അത് അത്തരത്തിലുള്ള ഒരു സംവിധാനം നഗരസഭയിൽ സ്വാഭാവികമായിട്ടും ഒരു നഗരസഭയിലും ചെയ്യലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ എൻറോൾമെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ്, ഇപ്പോൾ ഒരു സാമൂഹ്യക്ഷേമ പെൻഷന് വേണ്ടിയുള്ള എൻറോൾമെൻറ്റ് നടത്തുന്നതിൽ തന്നെ ഈ ജനപ്രതിനിധികൾക്ക് പങ്കുണ്ട്. അവർ പ്രേരിപ്പിച്ചിട്ട് അപേക്ഷ കൊടുക്കുന്നവരുണ്ട്, അവർ അപേക്ഷ കൊടുക്കാൻ സഹായിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അനർഹനായ ഒരാൾക്ക് ഒരു സാമൂഹ്യക്ഷേമ പെൻഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്ന പ്രക്രിയയിൽ കൂടി ഈ ജനപ്രതിനിധികൾ പങ്കാളികളാണ്. ഞാൻ പറയുന്നത് ഈ ഒരു ക്രമക്കേടിൻ്റെ ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരിൽ മാത്രം ചാർത്താൻ കഴിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. നാസർ, തീർച്ചയായിട്ടും അത് ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം അവർക്ക് മാത്രമാണ് ഇതിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്. നഗരസഭകൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവരെ മുന്നിൽ വരുന്നത് സംസ്ഥാന സർക്കാരിലേക്ക് ഇവരുടെ റിപ്പോർട്ട് അടക്കം അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ശരി, ശ്രീ അരുൺകുമാർ, ഈ സാമൂഹിക ക്ഷേമ പെൻഷൻ സംബന്ധിച്ച് 2018 മുതൽ 2021 വരെ ഓഡിറ്റ് നടന്നിട്ടുണ്ട് CAGയുടെ ഭാഗമായിട്ട്. ഈ ഓഡിറ്റിൽ ഈ പറയുന്ന അനർഹരുടെ ക്രമക്കേടുകൾ മാത്രമല്ല, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എൻറോൾമെൻറ്റ് മുതൽ വിതരണം വരെയുള്ള നിരവധി പ്രശ്നങ്ങൾ അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 3 വർഷം വേണ്ടി വന്നോ സംസ്ഥാന സർക്കാരിന് ഇതിലൊരു റാൻഡം പരിശോധനയിലൂടെ ഇങ്ങനെയൊരു ക്രമക്കേടുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടാൻ? ആ ഓഡിറ്റിന് മുൻപ് തന്നെ 2010-11 കാലഘട്ടം മുതൽ തന്നെ ശക്തമായിട്ടുള്ള പരിശോധന നടന്നിട്ടുണ്ട്. 2010-11 മുതൽ 2014-15 വരെ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരിൽ പലരും പല രൂപത്തിലുള്ള പെൻഷൻ 4ഉം 5ഉം പെൻഷൻ ചില വ്യക്തികൾ വാങ്ങിക്കുന്നു. വിധവകൾ തന്നെ അംഗവൈകല്യ പെൻഷൻ മേടിക്കുന്നുണ്ട്, അവർ തന്നെ കർഷക തൊഴിലാളി പെൻഷൻ മേടിക്കുന്നുണ്ട്, അവർ തന്നെ മറ്റു തരത്തിലുള്ള പെൻഷൻ. അത്തരത്തിൽ ഒരു പരിശോധന 2016 മുതൽ തന്നെ ശക്തമായി നടന്നു. 2016 കൃത്യമായി ഈ പെൻഷൻ ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രോഡീകരിച്ചുള്ള മാനദണ്ഡം ഇറക്കി. ആ മാനദണ്ഡ പ്രകാരം ഒരു പൊതു വിജ്ഞാപനം പോലെ ഇതിൽ അനധികൃതമായിട്ട് പെൻഷൻ വാങ്ങിക്കുന്നവർ ഇന്ന മാസത്തിനുള്ളിൽ സ്വയം പിരിഞ്ഞു പോകണം. കാരണം പെൻഷന് അർഹതയുള്ളവർ ഒരു വാർഷിക വരുമാനം കുടുംബത്തിൽ 1 ലക്ഷത്തിൽ താഴെയായിരിക്കണം. അതുപോലെ തന്നെ 4 ചക്ര വാഹനം 1000 cc വാഹനക്ക് മുകളിലുള്ള വാഹനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, AC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ ഏതെങ്കിലും തരത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ജോലി പെൻഷൻ, അത്തരം കൃത്യമായിട്ടുള്ള മാനദണ്ഡം പ്രഖ്യാപിച്ചിട്ട് ഈ മാനദണ്ഡത്തിൽ പെടാത്തവർ ഇതിൽ തുടർന്നാൽ അർഹതപ്പെട്ട ഏറ്റവും സാധാരണക്കാർക്ക് പെൻഷൻ നിഷേധിക്കുന്ന സാഹചര്യം വരും. അതുകൊണ്ട് സ്വയം പിരിഞ്ഞു പോകാൻ ഉള്ള നിർദ്ദേശമടക്കം 2016 മുതൽ ഗവൺമെന്റ് സുതാര്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ പിരിഞ്ഞു പോകുകയും പുതുതായിട്ടുള്ള എൻട്രി വരികയും എല്ലാം ചെയ്തു. ഈ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഓഡിറ്റ് റിപ്പോർട്ട് അടക്കം വച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഓരോ വർഷവും മസ്റ്ററിംഗ് നടത്തുവാനും വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായി പരിശോധിക്കാനും മരണപ്പെട്ട ആരെങ്കിലുടെയും പെൻഷൻ
അവർ മരണപ്പെട്ടതിന് ശേഷം കുടുംബാംഗങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധന നടത്തി പോകുമ്പോഴും ഈ ഗവൺമെന്റിന്റെ പെൻഷൻ സമ്പ്രദായത്തെ അട്ടിമറിക്കാൻ വേണ്ടി വലിയ തരത്തിലുള്ള ഗൂഢാലോചനകൾ നടന്നിരുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതിലിപ്പോൾ 1458 ഉദ്യോഗസ്ഥന്മാർ തന്നെ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അതിൽ ഗസറ്റഡ് റാങ്ക് ഉള്ളവർ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. ചിലപ്പോൾ ഒരു വിധവ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ 45-50 വയസ്സാകുമ്പോഴാണെങ്കിലും അവർക്കൊരു സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ വിധവാ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത് റദ്ദ് ചെയ്യാൻ, എനിക്ക് സർക്കാർ ജോലി കിട്ടി, സർക്കാർ പെൻഷൻ ശമ്പളം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഇത് വേണ്ട എന്ന ഇൻഫർമേഷൻ കൊടുക്കാത്ത പ്രശ്നമായിരിക്കാം. ചിലപ്പോൾ വികലാംഗരായിട്ടുള്ള ചില ആളുകൾ ആ വികലാംഗ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സർക്കാർ ജോലി കിട്ടിയതായിരിക്കാം. അപ്പൊ അത്തരം കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗവൺമെന്റ് ഈ കണ്ടെത്തിയ മുഴുവൻ ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുന്നു, അവരുടെ മറുപടി തേടുന്നു, അവർക്ക് സർവീസ് ലോ അനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതാണെങ്കിൽ അതനുസരിച്ച് നടപടി സ്വീകരിക്കാനൊക്കെ ഗവൺമെന്റ് ശക്തമായി പോവുക. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 32 ലക്ഷം പേർക്ക് 600 രൂപ വീതമായിരുന്നു പെൻഷൻ. അത് 205 കോടി രൂപ കൊടുത്താൽ മതി ഒരു മാസം. എന്നാൽ ഇന്ന് 62 ലക്ഷം പേർക്ക് 1600 രൂപ വീതം 992 കോടി രൂപ ഒരു മാസം കൊടുക്കേണ്ട സ്ഥിതിയുണ്ട്. അതായത് UDF കാലത്ത് കൊടുത്ത പെൻഷന്റെ 5 ഇരട്ടി കൊടുക്കേണ്ട സാഹചര്യമാണ്. 2022 മാർച്ച് 31 അതിനുശേഷം വലിയ തരത്തിൽ കേന്ദ്രത്തിന്റെ ഒരു ഉപരോധവും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും വന്നപ്പോൾ പെൻഷൻ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പോലും പെൻഷൻ കൊടുത്ത് മുന്നോട്ട് പോകാൻ ഇപ്പോൾ കഴിഞ്ഞ മാർച്ച് മുതൽ എല്ലാ മാസവും കൃത്യമായിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ട്. കുടിശ്ശികയുള്ളത് വരുന്ന മാർച്ച് 30 കൊടുക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ പെൻഷൻ സമ്പ്രദായത്തെ അട്ടിമറിക്കാൻ അത് സർക്കാർ ഉദ്യോഗസ്ഥരായാലും വീട്ടിൽ വലിയ വരുമാനമുള്ളവരായാലും ആ വരുമാനം മറച്ചു വെച്ചുകൊണ്ട് അതിൽ ഇടപെടുന്നവരായാലും അവർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാനും 2018-21 കാലത്ത് CAG പരിശോധനയെ തുടർന്ന് സർക്കാരിന് നൽകിയ റിപ്പോർട്ട് പ്രകാരം സർക്കാർ അപ്പോൾ മുതൽ നടപടി സ്വീകരിക്കുന്നുണ്ട്, മസ്റ്ററിംഗ് കാര്യക്ഷമമാക്കുന്നുണ്ട്. അത് ആ ഒരു പരിശോധനയിലാണ് ഇപ്പോൾ ഈ 3 വർഷത്തിന് ശേഷം ഇത് കണ്ടെത്തിയതെന്ന് പറയുന്നു. ഇത് ഈ 3 വർഷത്തിന് ശേഷമാണ് ഈ റാൻഡം പരിശോധന നടക്കുന്നത്. ഇതേ റാൻഡം പരിശോധന CAG നടത്തിയിരുന്നു. CAG ഒരു 70 സാമ്പിൾ എടുത്ത് പരിശോധിച്ചു. അപ്പോൾ അതിൽ 40% അനർഹരാണ്. ഈ CAG അവരൊറ്റയ്ക്ക് പോയി ചെയ്ത ഒരു പരിശോധനയല്ല അത്. അതിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും കൂടി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് അത് കണ്ടെത്തിയത്. ആ കണ്ടെത്തിയിട്ട് ഇപ്പോൾ ഇത്രയും നാൾ വേണ്ടി ഒന്നും വേറൊരു റാൻഡം പരിശോധനയിലൂടെ കണ്ടെത്താനും ഇനി അവർക്ക് നോട്ടീസ് അയച്ച് അവരുടെ വിശദീകരണം തേടാനും. ഇതിൽ ഈ CAG റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഇതിൻ്റെ എൻറോൾമെൻറ്റ് പ്രോസസ്സ് മുതൽ വിതരണം വരെ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. ഇപ്പോൾ അങ്ങ് മുമ്പ് സൂചിപ്പിച്ചത് UDF കാലത്ത് പല പെൻഷനുകൾ ഒരാൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് അന്ന് നിയമപരമായി തന്നെ സാധ്യമായിരുന്നു. ഇന്നത് സർക്കാർ വേറൊരു മാർഗത്തിലേക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് ഒറ്റ പെൻഷൻ എന്നുള്ളൊരു പോളിസിയിലേക്ക് വന്നതുകൊണ്ടാണത്. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ പ്രശ്നം ഒന്നിലധികം പെൻഷൻ ലഭിക്കുന്നവർ, ഒരാൾക്ക് തന്നെ പല പ്രാവശ്യം പെൻഷൻ ലഭിക്കുന്നവർ, പെൻഷൻ വിതരണം ചെയ്തിട്ടും അവരുടെ കൈകളിലെത്താത്തത് എന്നു തുടങ്ങി ഈ പെൻഷൻ സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങൾ വരെ ഈ CAG റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിലിപ്പോൾ ഇത്തരത്തിൽ CAG റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പരിശോധന ശക്തമാക്കി. അതിന് മുമ്പ് പരിശോധന ശക്തമാക്കി. ഇപ്പോൾ ഒരു വീട്ടിൽ AC ഉണ്ട് എന്നുള്ള വിവരം പരിശോധനാ ഉദ്യോഗസ്ഥന്മാർ ചെല്ലുമ്പോൾ അത് ശരിക്കും പഞ്ചായത്ത് മെമ്പർമാർ അറിയുമല്ലോ, തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അറിയും. അവരാണ് ഈ പെൻഷൻ എൻട്രിയുടെ കാര്യത്തിലും മുന്നോട്ടുള്ള പോക്കിന്റെ കാര്യത്തിലും എല്ലാം പഞ്ചായത്ത് കമ്മിറ്റിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കും അതാത് പഞ്ചായത്ത് മെമ്പർമാർക്കുമുള്ള ഇതിലുള്ള ഒരു പങ്ക് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അപ്പൊ ഉദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്ക് വരുമ്പോൾ ആ AC അഴിച്ച് വേറെ ഏതെങ്കിലും വീട്ടിൽ വെക്കും. വാഹനമുള്ളത് ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി റോട്ടിൽ പാർക്ക് ചെയ്യും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പല തരത്തിലും ഗവൺമെന്റിന്റെ പരിശോധനാ സംവിധാനത്തെ തകർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരു പഞ്ചായത്ത് മെമ്പറെ സംബന്ധിച്ചിടത്തോളം പരമാവധി ആളുകൾക്ക് പെൻഷൻ കൊടുത്താൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ്, അപ്പൊ അദ്ദേഹം പരമാവധി ആളുകൾക്ക് പെൻഷൻ നടത്താൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ മെറിറ്റ് പരിഗണിക്കപ്പെടാതെ വരുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെയെല്ലാം നേരിട്ടുകൊണ്ട് വേണം ഗവൺമെന്റിന് ഇതിലുള്ള പരിശോധനാ സമ്പ്രദായവുമായിട്ട് മുന്നോട്ട് പോകാൻ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അർഹതപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അനധികൃതമായവരെ ഒഴിവാക്കിയാൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്താൻ കഴിയും. അല്ലാതെ അനർഹരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കണം എന്ന് ഗവൺമെന്റ് ഒരു തരത്തിലും ഉദ്ദേശിക്കില്ലല്ലോ. ഇപ്പൊ സ്വയം പിരിഞ്ഞു പോകാൻ അടക്കം പറഞ്ഞിട്ടും ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരടക്കം ഇത്തരത്തിൽ പെൻഷൻ മേടിക്കുന്നുണ്ട്, അത് അനധികൃതമായിട്ട് മേടിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ. ഇപ്പൊ ഞാൻ മറ്റൊരു ചർച്ചയിൽ നിന്നാണ് വരുന്നത്. അതിൽ NGO അസോസിയേഷന്റെ ഒരു നേതാവ് എന്ന് പറയുന്നത് ഈ 1458 പേർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ വീഴ്ചയാണെന്ന്. ഇത്തരം ആളുകൾ ഇന്റഗ്രിറ്റി ഉള്ളവരല്ലേ, ക്രെഡിബിലിറ്റി ഉള്ളവരല്ലേ, ഈ നാടിനോട് കമ്മിറ്റ്മെന്റ് ഉള്ളവരല്ലേ. എനിക്ക് ജോലി ചെയ്യുന്നതിന് ഗവൺമെന്റ് ശമ്പളം തരുന്നുണ്ട്. ഇവിടുത്തെ പട്ടിണി പാവങ്ങൾ
പാവങ്ങളുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ എനിക്ക് മേടിക്കണം, അത് ആരും അരുൺകുമാർ, എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. അക്കൗണ്ടിൽ വരുമ്പോൾ ഞാനത് രഹസ്യമാക്കി വെക്കണം എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ നടക്കുന്നുണ്ട്. ഈ പെൻഷൻകാരുടെ മുഴുവൻ വിവരങ്ങളും ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഒന്നിലധികം പെൻഷൻ മേടിക്കുന്നവർ, വരുമാന പരിധിയിൽ അപ്പുറമുള്ളവർ പെൻഷൻ മേടിക്കുന്നവർ, ഇത് കണ്ടെത്താൻ ഈ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയിട്ടുള്ള ഈ പറയുന്ന സേവന എന്ന സോഫ്റ്റ്വെയറിന് കഴിയില്ലെങ്കിൽ പിന്നെ ആ സോഫ്റ്റ്വെയർ എന്തിനാണ്? അവിടെ തന്നെ തുടങ്ങുന്നു ഈ വീഴ്ച. അതിലൊരു പ്രശ്നം മിസ്റ്റർ അജിംസെ, ഈ പെൻഷൻ അർഹത സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോകുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച് അത് ഇഷ്യൂ ചെയ്യുന്നത് റവന്യൂ ഉദ്യോഗസ്ഥന്മാരാണ്. അതുപോലെ പെൻഷൻ അനുവദിച്ച് വിതരണം ചെയ്യുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്താൽ പിന്നെ നമ്മൾ ആരോട് പറയും? ഉദ്യോഗസ്ഥന്മാർ ഈ വെരിഫിക്കേഷൻ നടത്തുന്നു. ഇത് സ്ക്രൂട്ടിനിക്ക് വരുന്നത്, റിവ്യൂവിന് വരുന്നത് ഈ ജനപ്രതിനിധികളുടെ കൗൺസിലോ ഭരണസമിതിയുടെ മുമ്പിലാണ്. അവർ ഫ്ലാഗ് ചെയ്താലും നടക്കില്ലല്ലോ. എനിക്കറിയാവുന്ന ഒരാളാണ്, ഒരു വാർഡ് മെമ്പർക്ക് മനസ്സിലാവും, തൻ്റെ വാർഡിലുള്ള ഒരാൾ ഇയാൾ അനർഹനാണെന്ന് മനസ്സിലാകും. ഈ ഫ്ലാഗിംഗ് നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ പരമാവധി പേരെ ഗുണഭോക്താക്കൾ ആക്കുക എന്നുള്ളതാണ് ഏത് രാഷ്ട്രീയ പാർട്ടികളുടെയും ജനപ്രതിനിധികളുടെ ലക്ഷ്യം. അതൊരു വോട്ട് കൂടിയാണ്. അവിടെ മുതലുണ്ട് വീഴ്ച എന്നാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അല്ല, അത് ഗൗരവമായിട്ട് തന്നെ പരിശോധിക്കണം. അപ്പോൾ ആരോഗ്യ വകുപ്പിൽ 733, അതുപോലെ പൊതു വിദ്യാഭ്യാസ വകുപ്പിൽ 224, അതുപോലെ എഡ്യൂക്കേഷൻ ആയുർവേദത്തിൽ 134. ആ കണക്ക് വരുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലല്ലേ? അതായത് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള, ക്രെഡിബിലിറ്റിയുള്ള, ഇന്റഗ്രിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാർ, കമ്മിറ്റഡ് ആയിട്ട് ജോലി ചെയ്യേണ്ടവർ, അവർ തന്നെ പെൻഷൻ മേടിക്കുന്നു. അതും ഈ സാധാരണക്കാരുടെ അല്ലേ? ഇപ്പോൾ 5 തരത്തിലല്ലേ പെൻഷൻ ഉള്ളത്? ഒന്ന് കർഷക തൊഴിലാളി, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, അതുപോലെ വാർദ്ധക്യകാല പെൻഷൻ, മാനസികവും ശാരീരികവുമായിട്ട് വെല്ലുവിളി നേടുന്നവർ, വിധവകൾ. ഈ 5 തരത്തിൽ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ തന്നെയല്ലേ? അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു വിധവയായിട്ട് സ്ത്രീക്ക് ജോലി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റവും വികലാംഗനായിട്ടുള്ള ഒരു സഹോദരനോ സഹോദരിക്കോ ജോലി കിട്ടുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം പോലെയല്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വലിയ 5 അക്ക 6 അക്ക ശമ്പളം മേടിക്കുന്നവർ ഇത്തരത്തിലുള്ള പെൻഷൻ സ്വീകരിക്കുന്നത്. അപ്പൊ അത് വളരെ ഗൗരവത്തോടെ സമൂഹത്തിന്റെ പൊതുബോധമായിട്ട് മാറുകയും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവരെ മാതൃകാപരമായി ശിക്ഷിക്കുകയും ഒരു രാഷ്ട്രീയ പരിഗണന ഇല്ലാതെ തന്നെ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കിട്ടുന്ന തരത്തിലേക്ക് മാറണം. ഈ കേരളത്തിലെ ജനസംഖ്യയെ എടുത്താൽ അതിൽ 6-1 പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. 3.5 കോടി ജനസംഖ്യ, 62 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തെ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലേക്ക് കൂടുതൽ ഉയർത്താൻ കൂടുതൽ ആളുകൾക്ക് കിട്ടണം. കാരണം ബുദ്ധിമുട്ടുള്ള ഒരാൾക്കും ഇത്തരത്തിലുള്ള പെൻഷൻ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി ഏറ്റവും കൃത്യമായിട്ടുള്ള പരിശോധന നടപടി, അതുപോലെ തന്നെ ഓരോ വർഷമുള്ള മസ്റ്ററിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കണം. ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിൽ കൂട്ടുനിൽക്കുന്നുണ്ട്. പഞ്ചായത്ത് മെമ്പർമാരും ഭരണസമിതി അംഗങ്ങളും കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ബോധവൽക്കരിച്ച് ഇതൊരു സമൂഹത്തിന്റെ പൊതുബോധമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നതാണ്. ശ്രീ ജിൻഡോ ജോൺ, ഈ പറയുന്ന പ്രക്രിയയിൽ എൻറോൾമെന്റ് ആണ് ഏറ്റവും പ്രഥമ ഘട്ടത്തിൽ ക്രമക്കേട് നടക്കുന്ന ഒരു സ്ഥലം. അനർഹർക്ക് ഈ പെൻഷൻ ലഭിക്കാനുള്ള ഒന്നാമത്തെ അവസരം ലഭിക്കുന്നത് അവിടെയാണ്. ക്രമക്കേടുകളുടെ തുടക്കം എൻറോൾമെന്റിലാണ്. എൻറോൾമെന്റിന്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർക്കാണ് എന്ന് ഇപ്പോൾ നാസറും അരുൺകുമാറും പറയുന്നു. ഉദ്യോഗസ്ഥരുടെ മേൽ ഈ പഴി ചാരുന്നത് എങ്ങനെയാണ്? അവർക്ക് എന്ത് താല്പര്യമാണ് കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു അനർഹർക്ക് പെൻഷൻ കൊടുക്കണം എന്ന് എന്ത് താല്പര്യമാണ് ഉദ്യോഗസ്ഥർക്ക്? ഇവിടെ യഥാർത്ഥത്തിൽ ഈ പിഴവ് തുടങ്ങുന്നത് കൂടുതൽ പേരെ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ഏറ്റവും താഴേക്കടയിലുള്ള ജനപ്രതിനിധികളുടെ, അവർ ചിലപ്പോൾ പാർട്ടി ഉത്തരവ് പാലിക്കുകയായിരിക്കും. അത് ഏത് പാർട്ടിയും ആകട്ടെ, CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, ലീഗ് ആകട്ടെ, അവിടെ തുടങ്ങുന്നില്ലേ ക്രമക്കേട്? അതല്ലേ യഥാർത്ഥ പ്രശ്നം? അജിംസ് ചോദിച്ച ചോദ്യത്തിൽ അതിനൊരു ഉത്തരം ഡയറക്റ്റ് പറഞ്ഞാൽ, സത്യസന്ധമായി പറഞ്ഞാൽ അതിൽ കുറേ ശരികളുണ്ട്. നമ്മളതൊക്കെ മറച്ചു വെച്ചിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ വലിയ യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയാണ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉദ്യോഗസ്ഥർ തന്നെയാണ്. താഴെത്തട്ടിലുള്ള ജനപ്രതിനിധികൾ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യാസം അവിടെ നിൽക്കട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളായാലും പഞ്ചായത്ത് മെമ്പർമാരോ മുനിസിപ്പൽ കൗൺസിലർമാരോ അങ്ങനെ അത്തരം ഇടപെടലുകൾ നടത്തുമ്പോൾ അതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തടയാനുള്ള ആർജവം കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇല്ലെങ്കിൽ അവിടെ അത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് ഒരു സർക്കാരിൻ്റെ വലിയ നേട്ടമാണെന്ന്. ഇത് ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിമാരുടെ ആരുടെയെങ്കിലും സ്വകാര്യ സ്വത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല. ഈ മനുഷ്യരുടെ കയ്യിൽ നിന്ന് തന്നെ നികുതിയായിട്ട് വാങ്ങുന്നതിന് ഒരു വിഹിതം അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന. പക്ഷേ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് ഒരു സർക്കാരിൻ്റെ ഏറ്റവും മികച്ച ഭരണ നേട്ടമായിട്ട് പറയുന്ന ഒരു കാലഘട്ടത്തിൽ
അത്രയും ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ അത്രയും മനുഷ്യർ ഈ ക്ഷേമ പെൻഷനെ ആശ്രയിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്ത് ജീവിക്കുന്നുണ്ടെന്നുള്ള അതിൻ്റെ ഒരു വേറൊരു അർത്ഥം മനസ്സിലാക്കിയാൽ അത്രയും മനുഷ്യർ ഒരു ഗതിയുമില്ലാത്ത ആളുകളാണെന്നും കൂടിയില്ലേ. ആ അത്രയും ആളുകൾക്ക് എല്ലാ മാസവും പെൻഷൻ കൊടുത്ത് മാത്രം നിലനിർത്താൻ നോക്കാതെ അവർക്ക് മറ്റേതെങ്കിലും മാർഗം കൂടി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാലഘട്ടം കൂടിയാണ്. 2024 നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം. അപ്പോൾ ഇതിന് രണ്ട് വശവുമുണ്ട്. പക്ഷേ ഇതിൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്കാണ് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം. പക്ഷേ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പ്രാദേശികമായിട്ടുള്ള ജനപ്രതിനിധികൾക്ക് പൂർണ്ണമായിട്ട് ഒഴിയാൻ പറ്റുമെന്ന് എന്നില്ല സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള പ്രശ്നം എന്താ, നമ്മൾ ഇത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ എത്ര എളുപ്പത്തിലാണ് രാഷ്ട്രീയമായിട്ട് മാറുന്നത്, എത്ര എളുപ്പത്തിലാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 32 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തുള്ളൂ എന്നാണ് എനിക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയല്ല, 34 ലക്ഷത്തിലധികം ആളുകൾക്ക് കൊടുത്തിരുന്നു. അന്ന് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൂടാതെ ക്ഷേമനിധി പെൻഷനും കൊടുക്കുമായിരുന്നു. അന്ന് ഒന്നിലധികം പെൻഷൻ മേടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത് സർക്കാരിന്റെ പോളിസിയായിരുന്നു. അതിനുശേഷം വന്ന പിണറായി സർക്കാരിന്റെ പോളിസിയുടെ ഭാഗമായിട്ട് ഈ പെൻഷൻ എല്ലാം ഏകീകരിച്ചുകൊണ്ട് ഒറ്റ പെൻഷനാക്കുന്നു. ഈ ക്ഷേമനിധി പെൻഷന്റെ ഒരു പ്രത്യേകത, ആ മനുഷ്യർ അവർ തൊഴിലെടുക്കുന്നതിൽ നിന്ന് അവരുടെ കൂലിയുടെ ഒരു ഭാഗം ക്ഷേമനിധിയിലേക്ക് അടക്കുകയും അത് പിന്നീട് ഒരു കാലഘട്ടത്തിന് ശേഷം അവർക്ക് പെൻഷനായിട്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ സർക്കാർ ഇതൊന്നുമില്ലാതെ നേരിട്ട് ആളുകൾക്ക് കൊടുക്കുന്നതുമാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കൊടുക്കുന്ന പെൻഷന്റെ എണ്ണം നോക്കുമ്പോൾ, ഗുണഭോക്താക്കളുടെ എണ്ണം നോക്കുമ്പോൾ, ഈ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊടുത്ത 59 ലക്ഷം ആളുകളുടെ എണ്ണത്തിലേക്ക് ഏകദേശം അടുക്കുന്നുണ്ട്. അപ്പൊ ഈ യാഥാർത്ഥ്യമൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എണ്ണം കൂട്ടുന്നതാണ് ഒരു സർക്കാരിന്റെ മേന്മ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അരുൺകുമാർ പറഞ്ഞതിലെ കണക്കിൽ ഒരു പ്രശ്നമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ വിവിധ സ്ലാബുകളിലായിട്ട് വിവിധ വിഭാഗങ്ങളിലായിട്ട് 800 മുതൽ 1500 രൂപ വരെ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുണ്ടായിരുന്നു. ക്ഷേമനിധി പെൻഷനും സാമൂഹ്യക്ഷേമ പെൻഷനും ഒരേ സമയം വാങ്ങിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അത് ആ സർക്കാരിന്റെ പോളിസിയുടെ ഭാഗമായിരുന്നു. അതിനുശേഷം വന്ന പിണറായി സർക്കാർ ഇതിനെ ഏകീകരിച്ചപ്പോൾ 1600 രൂപയിലേക്ക് പെൻഷൻ എത്തുന്നത് തന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലേക്കാണ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ചർച്ചയിലേക്ക് കടക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. 2022 CAG റിപ്പോർട്ട് പ്രകാരം, അതായത് 2017, 18 തൊട്ട് 19, 20 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് മാത്രം പഠിക്കുമ്പോഴാണ് ഈ പറഞ്ഞ 39,ലധികം കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തുന്നത്. അപ്പോൾ ആവറേജ് ഒരു വർഷം 13 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. അനർഹരായിട്ടുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ടെന്നുള്ള കണ്ടെത്തലുണ്ടാകുന്നു. പക്ഷേ ഇന്നലെ മന്ത്രി പുറത്തുവിട്ട കണക്കനുസരിച്ചിട്ടാണെങ്കിൽ 1458 സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് 1600 രൂപ വെച്ച് മേടിക്കുമ്പോൾ ഏകദേശം ആവറേജ് 2,79 ലക്ഷത്തിലധികം 23 ലക്ഷം രൂപ പ്രതിമാസം മേടിക്കുന്നു. അപ്പോൾ ആവറേജ് നോക്കുമ്പോൾ 2,79 ലക്ഷം രൂപയൊക്കെയാണ് കണക്കിൽ വരുന്നത്. അവിടെ ഒരു മിസ്മാച്ച് ഉണ്ട് അജിംസെ. CAG കണ്ടെത്തൽ 2022 നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അന്ന് ഈ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പരിശോധനയാണ്, അതിൽ കൂടുതൽ ഉണ്ടാകാം. ധനവകുപ്പ് നടത്തിയ റാൻഡം പരിശോധനയാണ് ഇത്രയും കണ്ടെത്തിയത്. ഞാൻ പറയുന്നത് ഞാൻ അതിനെ എൻഡോഴ്സ് ചെയ്യാണ്. ധനവകുപ്പ് ചെയ്ത ആ പ്രവർത്തനത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. അതിനെ അംഗീകരിക്കുമ്പോൾ തന്നെ CAG അന്നത്തെ റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ അംഗീകരിക്കാൻ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരോ സർക്കാരിന് പിന്തുണ കൊടുക്കുന്ന പാർട്ടിയോ CPM അംഗീകരിച്ചിരുന്നില്ല. അന്ന് CAG റിപ്പോർട്ടിനെ അംഗീകരിക്കാൻ ഒരു ധൈര്യം കാണിച്ചില്ല. അതിനുശേഷം ഒരു ഗതിയുമില്ലാതെ ട്രഷറിയിൽ പൂച്ച വെട്ടിയെടുക്കുന്ന പോലെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ 5 ലക്ഷത്തിലധികം വരുന്ന ഒരു ബില്ലും പാസ്സാക്കാൻ പറ്റാത്ത സാഹചര്യം ട്രഷറിയിൽ ഉണ്ടാകുമ്പോൾ 1991 നിയമപ്രകാരമാണെന്ന് പറഞ്ഞ് 2014 പണിത വീടിന് പോലും 20,000 രൂപയും 15,000 രൂപയും ഒന്നിച്ച് ടാക്സ് അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിട്ടൂരങ്ങൾ കളക്ടറേറ്റിൽ നിന്ന് പഞ്ചായത്തുകൾ തോറും വിതരണം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഇന്ന് കേരളത്തിലുണ്ട്. നിരവധി തട്ടിപ്പുകൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു റാൻഡം പരിശോധന നടത്താനുള്ള ചേതോവികാരം എന്താ? അന്ന് CAG റിപ്പോർട്ട് വന്നപ്പോൾ അതിനെ എൻഡോഴ്സ് ചെയ്തുകൊണ്ട് ആ റാൻഡം പരിശോധന നടത്താൻ ധനകാര്യ വകുപ്പ് തയ്യാറായില്ലല്ലോ. ഇനി ഞാൻ ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും, ഇവിടെ ഈ പറഞ്ഞ 1458 ഉദ്യോഗസ്ഥരെ എത്ര എളുപ്പത്തിൽ വെള്ളപൂശാൻ നോക്കുന്നത്. അവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള വിധവാ പെൻഷനോ അല്ലെങ്കിൽ മറ്റേ വികലാംഗ പെൻഷനോ ഉണ്ടായിരുന്ന ആളുകൾക്ക് സർക്കാർ ജോലി കിട്ടിയപ്പോൾ രണ്ടും മേടിച്ചു എന്നാണ്. പ്രതിവർഷം മസ്റ്ററിംഗ് നടത്തുന്നുണ്ടല്ലോ. പ്രതിവർഷം മസ്റ്ററിംഗ് നടത്തുമ്പോഴും ഇവർ സർക്കാർ ഉദ്യോഗസ്ഥരായ കാര്യം അവർ മറന്നിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് ഇതിന് എളുപ്പത്തിൽ നമ്മൾ വിധവാ പെൻഷനെന്നോ അല്ലെങ്കിൽ വികലാംഗ പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിനങ്ങ് വെള്ളപൂശേണ്ട. ഓരോ വർഷം മസ്റ്ററിംഗ് നടത്തുമ്പോൾ അവർക്ക് സത്യവാങ്മൂലം കൊടുക്കുന്നുണ്ട്. അപ്പൊ സത്യവാങ്മൂലത്തിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ തുടർന്ന് മേടിച്ചിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ സർക്കാർ എന്ത് നടപടികളാണ് എടുത്തിട്ടുള്ളത്? അത് പൊതുസമൂഹത്തോട് പറയണ്ടേ? ഇവിടെ
സർക്കാർ കോളേജിലെ അധ്യാപകർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ അല്ലെങ്കിൽ മറ്റു പല വകുപ്പുകളിൽ ഇത്ര ഉദ്യോഗസ്ഥരുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇതിനെ ജനറലൈസ് ചെയ്ത് വിടാതെ ഈ സർക്കാരിന്റെ ധനവകുപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് 1458 ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. ഉദ്യോഗസ്ഥർ മാത്രമാണോ? ഇന്നിപ്പോൾ നിങ്ങൾ കോട്ടക്കൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ ഒരു വാർഡിനെ കുറിച്ച് പറയുന്നു. കേരളത്തിലെ മുഴുവൻ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലും ഇതുപോലെ ഒരു റാൻഡം പരിശോധന നടത്തിയാൽ പോരാ, കൃത്യമായിട്ടുള്ള ഇഴകീറിയുള്ള പരിശോധന നടത്തിയാൽ അനർഹരായിട്ടുള്ള ആളുകൾ കടന്നുകൂടിയിട്ടുണ്ടാവും. അരുൺകുമാർ പറഞ്ഞ പോലെ AC-യുടെ ഔട്ടർ കൊണ്ട് അഴിച്ചു വെച്ചിട്ടൊന്നുമല്ല ആളുകൾ. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ സാധാരണക്കാരിൽ ഇടയ്ക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളായിട്ട് ഞാൻ പറയാം, AC ഉള്ള വീടുകളിൽ AC അഴിച്ച് അടുത്ത വീട്ടിൽ ഒളിച്ചു വെച്ചിട്ടല്ല ഇവരാരും ഈ മസ്റ്ററിംഗിന്റെ സമയത്ത് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗിന്റെ സമയത്ത് വ്യാജരേഖ ചമയ്ക്കുന്നത്. വരുന്ന ഉദ്യോഗസ്ഥരെ പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂടി സഹായത്തോടു കൂടി ഒത്താശ ചെയ്തുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ നടക്കുന്നത്. നമ്മൾ ഇതെല്ലാം മറച്ചു വെച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ചോദ്യം ഇതാണ്, സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? ഈ 1458 ആളുകളുടെ പേര് പുറത്തുവിടാൻ ധൈര്യമില്ല. അത് പുറത്തുവിടാൻ പറ്റില്ല, കാരണം കുറെ കൂടി പഠനം നടത്തണമെന്ന് പറയാം. ഒരു അഴിമതിയും ചെയ്യാത്ത നവീൻ ബാബു എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ 33 വർഷത്തെ കറ പുരളാത്ത ജീവിതത്തിന് ശേഷം മരണത്തിലേക്ക് പോയത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ഇല്ലാത്ത അഴിമതിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചതിന്റെ പേരില. ഇവിടെ അതിന്റെ മറുവശത്ത് 1458 സർക്കാർ ഉദ്യോഗസ്ഥർ ഇങ്ങനെ അനർഹമായിട്ട് പെൻഷൻ വാങ്ങിയിട്ട് അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്നാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ഇത്തരം ചർച്ചകളിൽ ഇങ്ങനെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. എന്ത് നടപടി സ്വീകരിച്ചു? അവരുടെ പേര് വിവരം പുറത്തു വിടണമെന്നാണ് നിങ്ങളുടെ ആവശ്യം. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ CAG റിപ്പോർട്ടിൽ കീ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞ കൊടുത്ത കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ വഴി പെൻഷൻ നേരിട്ട് വിതരണം ചെയ്യുന്നുണ്ട് 40%-ലധികം കേസുകളിൽ എന്ന് CAG ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ CAG പറയുന്നൊരു കാര്യം, മരിച്ചുപോയി എന്ന് വിവരം ഈ സേവന സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട ശേഷവും ഈ മരിച്ച ആൾക്ക് പെൻഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നു. വിധവാ പെൻഷൻ ലഭിക്കുന്ന കാര്യം, പുനർവിവാഹിതയ്ക്ക് വിധവാ പെൻഷൻ ലഭിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ എന്ന രീതിക്ക് വിഘാതമാണ് ഈ പ്രാഥമിക സഹകരണ സംഘം വഴി പണം കൊടുക്കുന്നത് എന്ന് വളരെ പ്രാധാന്യത്തോടെ CAG റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിന് നിങ്ങളുടെ നിലപാടെന്നാണ് കോൺഗ്രസിൻ്റെ? അല്ല, ഞാൻ അജിം സൈദിലെ കൃത്യമായിട്ട് പറയാമല്ലോ. ഈ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ എന്നുള്ള സിസ്റ്റത്തിനെതിരായിട്ട് ഇങ്ങനെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി പണം കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയോ? കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷവും സഹകരണ ബാങ്കിലെ മെമ്പർമാരും ഇതുപോലെ പണം വിതരണം ചെയ്യുന്ന ആളുകളൊക്കെ വന്ന് കൃത്യമായിട്ട് ഈ പണം കൊടുത്തിട്ട് ഇത് ഞങ്ങളുടെ പാർട്ടിയുടെ സംഭാവനയാണെന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി വോട്ട് മേടിക്കുന്നത് ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാ. അതിനുവേണ്ടി മാത്രമാണ് 46% ആളുകൾക്ക് ഇങ്ങനെ സഹകരണ ബാങ്കുകൾ വഴി ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത്. ഈ കേരളത്തിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ശേഷിയില്ലാത്ത എത്ര മനുഷ്യരുണ്ട്? എല്ലാ ആളുകളെയും ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച് ഇവരുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത് മുഴുവൻ പരിപാടികൾ നടത്തുന്ന സർക്കാരിന് എന്തുകൊണ്ടാണ് ഈ 46%, അതായത് ഈ അരുൺകുമാർ പറഞ്ഞതുപോലെ 60 ലക്ഷം ആളുകളുണ്ടെങ്കിൽ 62 ലക്ഷം ആളുകളുണ്ടെങ്കിൽ അതിൽ 46% ആളുകൾക്കും നേരിട്ട് കയ്യിലെത്തിച്ചു കൊടുക്കുന്ന ആ ഇന്റർമീഡിയറീസ് ഇല്ലേ, ആ ഇടനിലക്കാര്, അവരാരാണ്? അവരേത് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്? അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ്? അവരെല്ലാവരും പണം കൃത്യമായിട്ട് ഈ ആളുകൾക്ക് കൊടുക്കുന്നുണ്ടെന്ന് എങ്ങനെയാണ് സർക്കാർ ഓഡിറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെയൊക്കെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത് ഈ സോഫ്റ്റ്വെയർ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന ഒന്നുമില്ലേ? കോൺഗ്രസ്സുകാരും ഇല്ലേ അതിൽ? അല്ല, ഞാനത് അങ്ങനെ അല്ലെന്നല്ലോ അജിം സാഹിബ് പറഞ്ഞത്. കോൺഗ്രസ് ഉണ്ടെങ്കിലും ലീഗ് ഉണ്ടെങ്കിലും CPM ഉണ്ടെങ്കിലും CPI ഉണ്ടെങ്കിലും കേരള കോൺഗ്രസ് ഉണ്ടെങ്കിലും ആരുണ്ടെങ്കിലും അതൊരു നല്ല സിസ്റ്റമാണെന്ന് അജിംസിന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അതൊന്നും നല്ല സിസ്റ്റം അല്ല. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഡയറക്റ്റ് ബാങ്ക് വഴിയുള്ള ട്രാൻസ്ഫറിംഗ് സിസ്റ്റം തുടങ്ങിയത്. അപ്പൊ പിന്നെ അതിന്റെ ഇടയ്ക്ക് വന്ന് ഇത്തരം പരിപാടികൾ കൊണ്ടുവരുന്നത് അത് പ്രാദേശികമായിട്ട് രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വേണ്ടി തന്നെയാണ്. രണ്ടാമത്തത്, ഈ സോഫ്റ്റ്വെയർ തന്നെ പൊരിഞ്ഞ തട്ടിപ്പല്ലേ. നമ്മൾ ഈ കൊറോണയുടെ സമയത്തൊക്കെ പല സോഫ്റ്റ്വെയറും കണ്ടല്ലോ. ബിവറേജസ് ഔട്ട്ലെറ്റിൽ മദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഇറക്കിയ സോഫ്റ്റ്വെയർ, അത് അടുത്ത ബാറിലെ മദ്യം വിറ്റ് തീരുമ്പോൾ ബിവറേജ് ഔട്ട്ലെറ്റിൽ മദ്യത്തിന്റെ ഇത് കിട്ടുന്ന ആ സോഫ്റ്റ്വെയർ ഒക്കെ, ഇങ്ങനെ കുറെ സോഫ്റ്റ്വെയർ നമ്മൾ കഴിഞ്ഞ 5-8 വർഷത്തിനുള്ളിൽ കണ്ടിട്ടുണ്ട് കേരളത്തിൽ. അപ്പൊ അരുൺകുമാർ പറയുന്നത് ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥർ വേണമെന്ന. കേരളത്തിലെ ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്റഗ്രിറ്റി ഉള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണമെന്ന്. അപ്പോഴാണ് സർക്കാർ തലത്തിൽ 1458 ഉദ്യോഗസ്ഥർ പെൻഷൻ മേടിക്കുന്ന അനധികൃതമായിട്ട്. അപ്പൊ ഏത് ഉദ്യോഗസ്ഥരുടെ ഇന്റഗ്രിറ്റിയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്? ഭരണ നേതൃത്വത്തിന് ഇന്റഗ്രിറ്റി ഇല്ല ഈ സംസ്ഥാനത്ത്. അപ്പോഴാണ് ഉദ്യോഗസ്ഥർക്ക് ഇന്റഗ്രിറ്റി വേണമെന്ന് നമ്മൾ പറയുന്നത്. ശരി, ഇനി ഈ സംഭവത്തിന്റെ മറ്റൊരു വശം കൂടി പരിശോധിക്കുന്നുണ്ട്. ശ്രീ KK നാസർ, ഇപ്പോൾ ഈ 2000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ താമസിക്കുന്ന ആളുകൾ പെൻഷൻ കൈപ്പറ്റുന്നു. കോട്ടയ്ക്കലിലെ കാര്യമാണ് പറയുന്നത്. BMW കാറിൽ സഞ്ചരിക്കുന്നവർ പെൻഷൻ കൈപ്പറ്റുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വൃദ്ധ ദമ്പതികൾ അവർ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തി വലുതാക്കി, ആ മക്കൾ നന്നായി ജോലി ചെയ്ത് BMW വാങ്ങുകയോ 3000 സ്ക്വയർ ഫീറ്റ് വീട് വയ്ക്കുകയോ ചെയ്തു. അപ്പോഴും റേഷൻ കാർഡിൽ വഴി ഇവർ വേറെ കുടുംബമായിരിക്കും ഈ വൃദ്ധ ദമ്പതികൾ.
അവർ ഒരുപക്ഷെ മക്കളുടെ കാറിൽ സഞ്ചരിക്കുന്നുണ്ടാവാം, അവർ ആ വീട്ടിൽ കിടന്നിട്ടുണ്ടാകാം. അങ്ങനെയും ഒരു സാധ്യതയില്ലേ? ഈ കോട്ടക്കലിലെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെ. രവീന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരാൾക്കാണ് BMW ഉള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ മകൻ ശ്രേഷ് കുമാർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകന് BMW ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഈ BMW ഉള്ള ആളുകൾക്ക് കാറ് കൊടുത്തു കോട്ടക്കൽ നഗരസഭയിൽ എന്നുള്ള ഒരാക്ഷേപം നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹത്തിനുള്ളത് വെച്ചാൽ, അദ്ദേഹത്തിന് ഒരു ഓടിട്ട വീടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ വീട്ടിലാണ് കോട്ടക്കൽ താമസിക്കുന്നത്. അദ്ദേഹം രാമപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള അദ്ദേഹം കോട്ടക്കൽ വന്ന് താമസിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ ചെന്നൈയിലോ ബാംഗ്ലൂരോ ബിസിനസ് ചെയ്ത് അവിടെ നിൽക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇവിടെ വീട്ടിൽ എപ്പോഴെങ്കിലും വരികയും അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ഒരു വാഹനമുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു വാഹനമോ മറ്റോ കാര്യങ്ങളോ ഇല്ല. എല്ലാ മക്കളും എല്ലാ രക്ഷിതാക്കളെയും നോക്കുന്ന ഒരവസ്ഥ എല്ലായിടത്തുമുണ്ട് എന്ന അഭിപ്രായം നമുക്കില്ലല്ലോ. അത്തരത്തിലുള്ള ആളുകൾ എന്ത് ചെയ്യണം എന്നും കൂടി ഇത്തരത്തിലുള്ള പരിശോധന നടത്തുമ്പോൾ നമ്മൾ വ്യക്തമായി പറഞ്ഞു കൊടുക്കേണ്ടതും വ്യക്തമായ നിർദ്ദേശങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ കോട്ടക്കൽ ഇന്ന് ഉണ്ടായിട്ടുള്ള വിഷയത്തിൽ ഞാൻ കാണുന്ന ഒരു വലിയ പ്രശ്നം 2001 ധനകാര്യ വകുപ്പിന്റെ ഒരു റാൻഡം ചെക്കിങ്ങിൽ എടുത്തിട്ടുള്ള ഒരു കണക്കുകൾ മാത്രമാണിത്. ഈ റാൻഡം ചെക്കിങ്ങിൽ എടുത്തിട്ടുള്ള ഇത്തരം കണക്കുകളിൽ അവിഹിതമായിട്ടുള്ള പെൻഷൻ വാങ്ങുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഫൈൻഡിങ്ങോ ഒരു കണക്കോ സർക്കാർ ഇതുവരെ നഗരസഭയ്ക്ക് അറിയിക്കുകയോ ഇവർ അനർഹമായിട്ടാണ് പെൻഷൻ വാങ്ങുന്നത് എന്നുള്ള ഒരു കണക്കും ഈ നിമിഷം വരേക്കും നഗരസഭയ്ക്ക് അറിയിച്ചു കൊടുത്തിട്ടും ഇല്ല എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള കണക്ക്. അനർഹമായിട്ടുള്ള പെൻഷൻ നഗരസഭയോട് വിശദീകരണം ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു കണക്ക് മുമ്പിൽ കിട്ടിയാൽ അത് വിജിലൻസ് അന്വേഷണം നടത്തുന്നതാണ് സർക്കാർ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇതിൽ അനർഹരായിട്ടുള്ളവരുണ്ട് എന്ന രീതിയിൽ ഒരു ഫൈൻഡിങ്ങോ അല്ലെങ്കിൽ ഒരു ലെറ്ററോ നഗരസഭയ്ക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. 2021 തുടങ്ങിയ അന്വേഷണം 2024 നവംബർ മാസം അവസാനിക്കുമ്പോഴേക്കും അതിന്റെ പ്രോസസ് തീർന്നിട്ടില്ല എന്ന് പറയുന്നത് നഗരസഭയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കുറവല്ലല്ലോ. സർക്കാരാണ്. കോട്ടക്കൽ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്ന ആളാണ് നാസർ. ഏത് കാലത്താണ് നിങ്ങൾ ചെയർപേഴ്സൺ ആയിരുന്നത്? 2015-2020 കാലത്താണ് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ CAG റാൻഡം ചെക്ക് നടത്തിയിരുന്നു. ആ CAG നടത്തിയ റാൻഡം പരിശോധനയിൽ കോട്ടക്കൽ നഗരസഭ ഉൾപ്പെട്ടിരുന്നോ? നിങ്ങൾക്ക് അറിയാൻ കഴിയുമല്ലോ. ഇല്ല, കോട്ടക്കൽ നഗരസഭയിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് വന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല. ഈ മലപ്പുറത്തുള്ള നമ്മുടെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് ആണ് ഇത്തരത്തിലുള്ള ഒരു റാൻഡ് നഗരസഭയോട് പോലും അന്വേഷിക്കാതെയാണ് അവർ വന്ന് ചെക്ക് ചെയ്തിട്ടുള്ളത്. ആ ചെക്ക് ചെയ്ത് കുറച്ച് പേരോട് ലിസ്റ്റ് ചോദിക്കുകയും ഇവരുടെ അവരുടെ സ്റ്റാറ്റസ് ചോദിക്കുകയാണ് നഗരസഭ ചോദിച്ചിട്ടുള്ളത്. ഈ എടുത്തിട്ടുള്ള 42 പേരിൽ 38 പേരും അനർഹരാണെന്ന് എവിടുന്ന കണക്ക് കിട്ടിയത്? ഒരിക്കലല്ല, അനർഹരല്ല അവരെ. 38 പേരിൽ ആരെങ്കിലും അനർഹരുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. അതിന്റെ മുന്നേ തന്നെ നമ്മൾ അനർഹരാണെന്ന് ചാപ്പ് കുത്തുകയാണ്. ഇപ്പൊ പെൻഷൻ വാങ്ങുന്ന ഞാനിപ്പോ ലീഗ് ഭരിക്കുന്ന വാർഡാണോ, മുസ്ലിം ലീഗ് ഭരിക്കുന്ന വാർഡാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുമല്ലോ. നിങ്ങളുടെ വാർഡ് മെമ്പർ കൗൺസിലർ വഴി അറിയാൻ കഴിയുന്ന കാര്യമാണ്. BJP വാർഡാണ്. ഓക്കെ, അപ്പൊ ആ BJP കൗൺസിലർക്ക് അറിയാൻ കഴിയുമല്ലോ അനർഹരുണ്ടോ ഇല്ലയോ? നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? വർഷങ്ങളായിട്ട് BJP അല്ല, അതെ. ഇതിലെന്താ സംഭവിച്ചാൽ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഈ BJPയുടെ ആ വാർഡിലെ കൗൺസിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആ സ്റ്റാൻഡിംഗ് കൗൺസിലെ ഓരോ BJPയുടെ എണ്ണം കുറവുണ്ടായത് കൊണ്ടും എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും എല്ലാ മെമ്പർമാരും വരില്ല. ആ വാർഡിലെ ആ കൗൺസിലർ ഏത് പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അവിടെ വരുന്ന ചർച്ചകളിലാണ് അദ്ദേഹം ഉണ്ടാവുക. അദ്ദേഹം ആ ലിസ്റ്റാണ് നമ്മൾ പിന്നെ കൗൺസിലിലേക്ക് പോകുന്നത്. കൗൺസിലിൽ എല്ലാ മെമ്പർമാരും ഉണ്ടാവുകയും ഇത്രയും ഡീപ്പായിട്ട് ചർച്ചകളൊന്നും ഒരു നഗരസഭയിലും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ, ശരി, ഞാൻ മടങ്ങി വരാം. അതിഥികളേക്ക് വളരെ പെട്ടെന്ന് ചെറിയ പക്ഷേ ഈ CAG ചൂണ്ടിക്കാട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇതിന്റെ സോഫ്റ്റ്വെയർ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇൻഫർമേഷൻ കേരള മിഷൻ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ, ആ സോഫ്റ്റ്വെയറിന്റെ യൂസേഴ്സ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ അറിയില്ല. അത് പ്രവർത്തിപ്പിക്കുന്നത് തന്നെ യൂസർ ഇന്റർഫേസ് പോലും പ്രവർത്തിപ്പിക്കുന്നത് ഇൻഫർമേഷൻ കേരള മിഷന്റെ ജീവനക്കാരാണ് എന്ന് പറയുന്നു. ആ സോഫ്റ്റ്വെയറിൽ നിന്ന് ഒരു തരം റിപ്പോർട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല.
ആ റിപ്പോർട്ട് ഉണ്ടാക്കണമെങ്കിൽ അവർ ബാക്ക് എൻഡിൽ വിവരങ്ങൾ ശേഖരിച്ച് ഡാറ്റ ശേഖരിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കി തരുന്നത്. അതായത് ആ സോഫ്റ്റ്വെയറിലുള്ള തകരാറ് തന്നെ ഇത്തരത്തിൽ അനർഹരെ കണ്ടുപിടിക്കാൻ തടസ്സമാണെന്ന് CAG ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ CAG കൊടുത്ത റിപ്പോർട്ട് പ്രകാരമാണ് നിങ്ങൾ ഈ നടപടി സ്വീകരിക്കുന്നതിൽ ആദ്യം ശരിയാക്കേണ്ടത് സോഫ്റ്റ്വെയർ ആണ്. അരുൺകുമാർ, ഞാനതിലേക്ക് വരാം. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി നല്ല രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ, ഞാൻ ഈ ചർച്ചയിൽ രാഷ്ട്രീയം കലർത്താതിരിക്കാനാണ് പരമാവധി ശ്രമിച്ചത്. അദ്ദേഹം പറഞ്ഞത് പെൻഷൻ ഒരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഗവൺമെന്റ് എന്നതാണ്. ഈ 2011 മുതൽ 2016 വരെ UDFന്റെ കാലത്ത് അദ്ദേഹം പറഞ്ഞു ഒരാൾക്ക് നിരവധി പെൻഷനുകൾ ഉണ്ടായിരുന്നു, അത് LDF ഒറ്റ പെൻഷനായിട്ട് മാറ്റി എന്നും പറഞ്ഞു. ഞാനത് പറയട്ടെ, ഈ 5 കൊല്ലം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 32 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തപ്പോൾ ആകെ കൊടുത്തത് 8,100 കോടി രൂപയാണ്. ഒന്നാം പിണറായി സർക്കാർ സാമൂഹ്യക്ഷേമം പെൻഷൻ കൊടുത്തത് 33,000 കോടി രൂപയാണ്. അതായത് നിങ്ങൾ കൊടുത്തതിന്റെ 5 ഇരട്ടി 4 ഇരട്ടിയോളം കൊടുത്തു. ഏത് 5 വർഷം കൊണ്ട്. ഈ 8.5 വർഷം കൊണ്ട് LDF ഗവൺമെന്റ് കൊടുത്തത് 53,000 കോടി രൂപയാണ്. അതായത് നിങ്ങൾ 5 വർഷം കൊടുത്ത തുകയുടെ എത്രയോ ഇരട്ടി കൊടുത്തു. ആ പൊതുജനങ്ങൾക്ക് ഇത്രയും പെൻഷൻ കൊടുത്ത ഗവൺമെന്റ് ആ പെൻഷൻ കൊടുത്തു എന്ന് പറയുന്നത് വലിയ അപരാധമായിട്ടാണ് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ അങ്ങ് മറ്റൊരു കാര്യം, ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇന്റഗ്രിറ്റി നമുക്ക് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഇതിൽ കുറ്റക്കാരായിട്ട് കാണാൻ കഴിയില്ല. കാരണം ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലുണ്ടല്ലോ. 1458 പേരാണ് ഇപ്പോൾ ഈ കണക്കിൽപ്പെട്ടിരിക്കുന്നത്. ഇനിയും കൂടുതലുണ്ടോ എന്ന് പരിശോധിക്കണം. അതൊക്കെ പരിശോധിച്ച് വരട്ടെ. കൃത്യമായി ഇത് എന്ത് നടപടി എടുത്തു എന്ന് വീണ്ടും ചോദിക്കാം. KPCCയുടെ അന്വേഷണ സംഘം അല്ലല്ലോ ഈ 1458 പേരെ ഇപ്പൊ കണ്ടെത്തിയത്. ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാരിൽ വീഴ്ചയുണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് KPCCയുടെ DCCയുടെ ഉപസമിതി ഒന്നുമല്ല, അത് ഗവൺമെന്റ് സംവിധാനം തന്നെയാണ്. ഗവൺമെന്റ് കൃത്യമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. പലതവണ പരിശോധന നടക്കുമ്പോഴും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ സംഘവും പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും ഭരണസമിതിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും എല്ലാം അവരവരുടെ വാർഡിൽ പരമാവധി ആളുകൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള സംവിധാനം ഊട്ടിയുറപ്പിക്കാൻ നോക്കിയപ്പോൾ ഗവൺമെന്റിന്റെ ധൃതി പിടിച്ച് നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ കൃത്യമായി ഇതിൽ തട്ടിപ്പുണ്ട്, പലരും വെട്ടിപ്പ് നടത്തുന്നു, ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ വരെ സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിക്കുന്നു എന്നുള്ള കാര്യം ബോധ്യപ്പെടുകയാണ്. ബോധ്യപ്പെട്ട് നടപടി സ്വീകരിച്ചു തുടങ്ങുമ്പോൾ ഗവൺമെന്റിനെ വിമർശിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് വിമർശിച്ചോ, പക്ഷേ ആ ഗവൺമെന്റിന്റെ നല്ല ഉദ്ദേശത്തെ കാണണം. എല്ലാവരും കൂട്ടായിട്ട് നിന്നാൽ മാത്രമേ അർഹതപ്പെട്ടവർക്ക് പെൻഷൻ ഉറപ്പുവരുത്താൻ പറ്റിയ ഒരു സാഹചര്യം ഒരുക്കും. പിന്നെ ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണമൊക്കെ എത്ര പേർക്ക് കിട്ടുന്നുണ്ടെന്ന് അങ്ങ് ചോദിച്ചു. അങ്ങ് കൃത്യമായി മനസ്സിലാക്കണം, അങ്കമാലി അർബൻ ബാങ്കിന്റെ ഇപ്പോൾ സ്ഥിതി എന്താണ്, ആരൊക്കെയാണ് ജയിലിൽ കിടക്കുന്നത്, അവിടുത്തെ പ്രസിഡന്റും KPCC അംഗമായ PT പോൾ എങ്ങനെയാണ് ഒരു ഹോട്ടലിൽ മരിച്ചു കിടന്നത് എന്ന് പരിശോധിച്ചാൽ ഈ പെൻഷൻ വിതരണവും ആ ബാങ്കിന്റെ പ്രവർത്തനവും ഒക്കെ അങ്ങ് മനസ്സിലാവും. അതുകൊണ്ട് അങ്ങയുടെ വീടിന്റെ തൊട്ടടുത്തല്ലേ മൂക്കന്നൂർ സഹകരണ ബാങ്ക്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പൊ എത്ര കേസുണ്ട്, എത്ര അന്വേഷണം നടക്കുന്നുണ്ട്, അവിടെ ഭരിക്കുന്നത് ആരാ എന്നൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. ഏതെങ്കിലും സഹകരണ സംഘത്തിലും ഇത്തരം പ്രശ്നമുണ്ടെങ്കിലും കയ്യോടെ പിടികൂടി നടപടി സ്വീകരിക്കണം. അത് ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല. എന്തിനാണ് ഇങ്ങനെ ഒരു ഇടനിലക്കാർ പെൻഷൻ വിതരണത്തിൽ പ്രധാന ഉറപ്പുവരുത്തേണ്ടത്? അരുൺകുമാർ, അക്കാര്യത്തിൽ എന്തിനാണ് ഇടനിലക്കാർ? ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി ബാങ്ക് അക്കൗണ്ടിലോട്ട് കൊടുത്താൽ പോരെ? ആരെങ്കിലും സർവീസ് ഇവിടെ കോവിഡ് കാലത്താണ് കൃത്യമായിട്ട് ഈ സർവീസ് സഹകരണം അംഗങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ കിടപ്പ് രോഗികളുണ്ട്, പുറത്തിറങ്ങാൻ പറ്റാത്ത രോഗികളുണ്ട്, അതുപോലെ തന്നെ 44% പേരും കിടപ്പ് രോഗികളും പുറത്തിറങ്ങാത്തവരും. ഈ CAG റിപ്പോർട്ടിൽ പറയുന്നത് 2021 44% പേർക്ക് ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ഇടനിലക്കാർ വഴിയാണ് എന്ന് പറയുന്നു. എന്തിനാണ് അങ്ങനെ ഒരു രീതി? അല്ല, ഞാൻ സൂചിപ്പിച്ച കോവിഡ് കാലത്താണ് അത്തരത്തിലൊരു സംവിധാനം കാര്യക്ഷമമായിട്ട് മാറിയത്. ഇതെല്ലാം പൊതുസമൂഹത്തിൽ ചർച്ചയാവട്ടെ. വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു സമീപനത്തെ അത് വേണ്ട, ഞങ്ങൾക്ക് അക്കൗണ്ടിൽ മാത്രം മതി എന്നാണ് കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്നെങ്കിൽ അത് നമുക്ക് പരിശോധിക്കാം. ഇവിടെ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നത് ഏറ്റവും ആശ്വാസകരമാണെന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ഒറ്റ സ്വരത്തിൽ പറയുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. CAG റിപ്പോർട്ട് പരിശോധനയും എല്ലാം ഗവൺമെന്റ് നടത്തുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായി പ്രാഥമിക സഹകരണ സംഘം ഇയാൾ മരിച്ചുപോയി എന്ന് അറിയിച്ചിട്ടും വീണ്ടും അയാൾക്ക് പെൻഷൻ വരികയാണെന്നാണ് CAG പറയുന്നത്. ഇല്ല, അതിനാണല്ലോ ഓരോ മാർച്ച് 31 കൃത്യമായിട്ടുള്ള മസ്റ്ററിംഗ് നടക്കുന്നത്. ഒരാൾ വെദർ ഹീസ് എലൈവ് ഓർ നോട്ട്, ഷീസ് എലൈവ് ഓർ നോട്ട് എന്നുള്ള കൃത്യമായിട്ടുള്ള പരിശോധന, അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടല്ലേ ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള പരിശോധനയെ തകർക്കാൻ
പല രൂപത്തിൽ ചില ഉദ്യോഗസ്ഥന്മാർ, ചില പഞ്ചായത്തുകൾ, ചില ഭരണസമിതികൾ, വ്യക്തി താല്പര്യമുള്ള ചില പഞ്ചായത്ത് മെമ്പർമാർ അവർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയണം. ഇപ്പോൾ എല്ലാവരും ഉദ്യോഗസ്ഥരാണല്ലോ പഴിക്കുന്നത്. അതായത് വിജിലൻസ് അന്വേഷണം നടക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഇത് അപ്രൂവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ്, എല്ലാ ഉദ്യോഗസ്ഥരുടെ നിലയിലാണ്. യഥാർത്ഥത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥർക്കാണോ ഈ അധികാരം നൽകേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ കാഴ്ചപ്പാടെന്നാണ്, LDFന് CPMനൊക്കെ അതേക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്നാണ്. ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷനുള്ള അപ്രൂവൽ ഗ്രാമസഭയിൽ നിന്നും തുടങ്ങി ഭരണസമിതിയിൽ അവസാനിക്കുകയാണെങ്കിൽ ഇത് എത്രമാത്രം ജെന്യുനായിരിക്കും, ആവശ്യക്കാർക്ക് ലഭിക്കും, അതിൽ തട്ടിപ്പ് തടയാൻ കഴിയുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, ഈ ചർച്ചയുടെ ഭാഗമായി ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് ഭരണസമിതികൾക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മെമ്പർമാർക്കും ആശാ വർക്കേഴ്സ് അടക്കം ഒരു പഞ്ചായത്തിലെ, ഒരു വാർഡിലെ, ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായി പറയാൻ കഴിയുന്നവരും, അതുപോലെ ആ കുടുംബത്തിലുള്ള ആളുകളുടെ ജോലി, അവരുടെ അവസ്ഥ, മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാവുന്നവർ, അത്തരത്തിലുള്ള ഒരു വലിയ പൊതുജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു സംഘം ഉണ്ടല്ലോ, അവരാണല്ലോ റെക്കമെൻഡേഷൻ വരുമ്പോൾ കൃത്യമായിട്ട് പരിശോധനയും അർഹരാണോ എന്ന് നോക്കുന്നതും. ഇവരാണോ അർഹര്, മറ്റുള്ളവരാണോ? കാരണം ഇപ്പൊ 10 പേരുടെ പേരാണ് വരുന്നതെങ്കിൽ അതിൽ ഏറ്റവും അർഹരാണെന്ന് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതെല്ലാം ഇതിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയാണ്. അത് ഉദ്യോഗസ്ഥർ മറ്റ് റെക്കമെൻഡ് നടത്തി പരിശോധനാ സംവിധാനം മറ്റെല്ലാം നടത്തും. ഇതിൽ എല്ലാ വിഭാഗം ആളുകളും, ജനപ്രതിനിധികൾ ഉൾപ്പെടെ, ഉദ്യോഗസ്ഥരെ മാത്രം പഴിക്കുന്നത് എങ്ങനെയാണ്? 38 പേരും അനർഹരാണെങ്കിൽ അതിൽ ഉദ്യോഗസ്ഥരുടെ അന്വേഷണം നടത്തേണ്ട കാര്യം അല്ല മിസ്റ്റർ. ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മാത്രം അന്വേഷണം നടത്തുന്നു എന്നത് അങ്ങനെയല്ല കാണേണ്ടത്. ഉദ്യോഗസ്ഥന്മാരായവർ, സർക്കാർ സർവീസിലുള്ളവർ പെൻഷൻ മേടിക്കുന്നു. അവർ മേടിക്കുന്ന പെൻഷനെ ജനപ്രതിനിധികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഏത് സംവിധാനത്തിലാണ് അവർ മേടിക്കുന്നതെന്ന് നോക്കണം. കാരണം സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് കൊടുത്തിട്ടാണോ, കോട്ടക്കലിലെ ക്രമക്കേടിനെ കുറിച്ചും വിജിലൻസ് അന്വേഷണം ഉണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഗവൺമെന്റ് സംവിധാനം പൂർണ്ണമായി തന്നെ പരിശോധിക്കും. ഇതിൽ അർഹതപ്പെട്ട എല്ലാവർക്കും പെൻഷൻ കിട്ടാനും അനർഹരായ മുഴുവൻ ആളുകളെ ഒഴിവാക്കാനും, അവർ എത്ര ഉന്നതരായാലും, BMW അല്ല, ഗസറ്റഡ് ഓഫീസർ അല്ല, അസിസ്റ്റന്റ് പ്രൊഫസർ അല്ല, ആരായാലും കൃത്യമായിട്ടുള്ള പരിശോധനാ സംവിധാനം വേണം. ഇത് കണ്ടുപിടിച്ചത് ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയാണ്. ഇവിടെ പ്രതിപക്ഷമല്ല, മാധ്യമങ്ങളല്ല, മറ്റു തരത്തിലൊന്നുമല്ല. അതുകൊണ്ട് ആ പെൻഷൻ സമ്പ്രദായത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്തുക എന്നുള്ള ഇൻഫർമേഷൻ കേരള മിഷന്റെ ഒരു സോഫ്റ്റ്വെയർ വൃത്തിയായി ഡെവലപ്പ് ചെയ്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറാൻ കഴിയാത്ത ഇൻഫർമേഷൻ കേരള മിഷന്റെ കെടുകാര്യസ്ഥത CAG ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അല്ല, അതാ എന്നോട് ചോദ്യമായി ചോദിച്ചല്ലോ, ഞാൻ അതിന്റെ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സോഫ്റ്റ്വെയറിലെ പ്രശ്നങ്ങളും അതിൽ ഒരു പഞ്ചായത്തിലുള്ള ആളുകളുടെ ഒരു ചെറിയ അജ്ഞതയും, പഞ്ചായത്ത് മെമ്പർമാരടക്കം ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ അപര്യാപ്തത, മറ്റു പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ കാലം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈസ്പീഡ് ഫൈബർ ഇന്റർനെറ്റ് കണക്ഷൻ ഏറ്റവും പിന്നോക്കമായിട്ടുള്ള പ്രദേശങ്ങളിൽ അടക്കം ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പ്രശ്നങ്ങൾ CAG ഓഡിറ്റ് റിപ്പോർട്ട് നമ്മുടെ മുന്നിലുള്ളപ്പോൾ പടിപടിയായിട്ട് ആ റിപ്പോർട്ടിലെ റെക്കമെൻഡേഷന്റെ കാര്യങ്ങളെല്ലാം, ഇവിടെ അഴിമതി നടത്തിയാലും അഴിമതിക്കെതിരെ നടപടിയെടുക്കണം. ഒറ്റ കാര്യം ചോദിച്ചല്ലോ, ഈ പ്രതിപക്ഷ നേതാവ് നിരന്തരം ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി ചോദിച്ചു, ചീഫ് ജസ്റ്റിസ്, രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കും ഭരണപക്ഷത്തിനും മാത്രം പോരാ, പ്രതിപക്ഷത്തിനും വേണം. അതിന്റെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ആ ഹൈക്കോടതിയുടെ പരിസരത്തോട് അദ്ദേഹം വാഹനത്തിൽ പോലും പോയിട്ടില്ല. അതാണ് ഈ കേരളത്തിലുള്ള സ്ഥിതി. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരുമിച്ചുള്ള ഇടപെടലും പരിശോധനയൊക്കെ വേണം. അത് ചെയ്യാം. നമുക്ക് അർഹതപ്പെട്ടവരുടെ അവരുടെ പെൻഷൻ നിഷേധിക്കരുത്. അതാണ് സാഹചര്യം. ശരി, ശ്രീ ജിൻഡോ, എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇതിലെ ഏറ്റവും നന്നായിട്ട് ഈ പെൻഷൻ വിതരണവും എൻറോൾമെൻറ്റ് മുതൽ വിതരണം വരെ നടത്താൻ കഴിയുന്ന തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ശക്തമായ ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ 2017 സംസ്ഥാന സർക്കാർ ഒരു നിയമ ഭേദഗതിയിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരം കുറയ്ക്കുകയും അത് ഉദ്യോഗസ്ഥർക്ക്, ഇപ്പോൾ അത് ലൈസൻസ് നൽകാനുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥർക്ക് അധികാരം കൂടുതലായി നൽകുകയും ചെയ്തിരുന്നു. നിങ്ങൾ അന്ന് അതിനെ എതിർത്തില്ല. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥരിലേക്കാണ് വരുന്നത്. അതേസമയം കുറേ കൂടി ജനകീയമായ രീതിയിൽ ഇപ്പോൾ ഗ്രാമസഭകൾ ചേർന്ന്
അതത് വാർഡുകളിലെ അർഹരെ ഗുണഭോക്താക്കളെ കണ്ടെത്തുക. അത് സാമൂഹ്യക്ഷേമ പെൻഷനാണെങ്കിലും ലൈഫ് പദ്ധതിയാണെങ്കിലും എന്ത് തരം ക്ഷേമ പദ്ധതികളാണെങ്കിലും ഗുണഭോക്താക്കളെ ഗ്രാമസഭകളിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു രീതി എത്രമാത്രം ജനകീയവും ജനാധിപത്യപരവും സുതാര്യവുമായിരിക്കും. കാരണം അവിടെ ഒരു അനർഹം കടന്നു വന്നാൽ ആ ഗ്രാമസഭയിൽ തന്നെ അത് ചോദ്യം ചെയ്യപ്പെടുമായിരുന്നു. ഇതിന് പകരം ഉദ്യോഗസ്ഥരുടെ ചുമലിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതല്ലേ യഥാർത്ഥ പ്രശ്നം? അല്ല, അതിന് പൂർണ്ണമായിട്ടും നമുക്ക് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഗ്രാമസഭകൾ എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. നമ്മൾ വിശാല അർത്ഥത്തിൽ നോക്കുമ്പോൾ ഗ്രാമസഭകളിൽ നിന്ന് തുടങ്ങി പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്ന് പാസ്സാകുന്നതായിരിക്കും കുറേ കൂടി ജനകീയ മാതൃക എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ പല സ്ഥലത്തും പല ഗ്രാമസഭകളിലും ഏകപക്ഷീയമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമല്ലോ. പ്രത്യേകിച്ച് നമുക്കൊക്കെ ചില സ്ഥലങ്ങളൊക്കെ നേരിട്ട് അറിയാവുന്നുണ്ട്. ചില പഞ്ചായത്തുകളിൽ ചില വാർഡുകളിലൊക്കെ പാർട്ടി ഗ്രാമങ്ങൾ പോലെ ഉള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ ഗ്രാമസഭകളിലൊന്നും മറുത്ത അഭിപ്രായം പറയാൻ ശേഷിയുള്ള ആളുകൾ എത്തുന്ന സാഹചര്യം പോലുമില്ല. അപ്പോൾ നമ്മളിതിനെ ഉപരിപ്ലവമായിട്ട് കാണുമ്പോൾ ഗ്രാമസഭകൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് തുടങ്ങിയ ഒരു റിപ്പോർട്ട് വരുന്നു, അവിടെ നിന്ന് ആളുകളുടെ പേര് ശുപാർശ ചെയ്യുന്നു, പഞ്ചായത്ത് കമ്മിറ്റി പാസ്സാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആ രീതിയിൽ അവിടെ കുറേ കൂടി ഓവർ പൊളിറ്റിക്കലായിട്ടുള്ള ഇടപെടലുകൾ അവിടെ ഓവറായിട്ട് വരും. അവിടെ ഒരു നിഷ്പക്ഷനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ഒരു പക്ഷേ നന്നായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു മിക്സപ്പാണ് നമുക്ക് അവിടെ വേണ്ടത്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താ? ഇവിടെ ഇൻഫർമേഷൻ കേരള 1458 ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ കണ്ടുപിടിച്ചു. അത് വലിയൊരു നേട്ടമല്ലേ? അത്രയും തട്ടിപ്പുകാരെ കണ്ടുപിടിച്ചു, അത് സർക്കാരിൻ്റെ മികവല്ലേ എന്ന് ചോദിക്കുന്നു. CAG റിപ്പോർട്ട് 2022 ഒക്ടോബർ മാസം വരുമ്പോൾ ആ ഒക്ടോബർ മാസം വരെ യാതൊരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഈ സോഫ്റ്റ്വെയറിൻ്റെ കുറവാണ്, അതിൻ്റെ കെടുകാര്യസ്ഥയാണ്, സംവിധാനങ്ങളുടെയൊക്കെ പോരായ്മയാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഇങ്ങനെ 1458 പേരുടെ ലിസ്റ്റ് കണ്ടെത്തിയത് സർക്കാരിൻ്റെ മേന്മയും ഉദ്യോഗസ്ഥരുടെ നേട്ടവും സർക്കാരിൻ്റെ ഭരണ മികവുമായിട്ട് പറയുമ്പോൾ ഈ 1458 പേർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ന് ചോദിക്കുമ്പോൾ ആ നടപടി എടുക്കാത്തത് സർക്കാരിൻ്റെ കോട്ടമായിട്ട് കൂടി അംഗീകരിക്കണ്ടേ? അതിന് ഞാൻ ചോദിച്ച പൊളിറ്റിക്കലായിട്ടുള്ള ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസോ CPM അല്ല മാഷെ, ഞാൻ പറഞ്ഞോട്ടെ, താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നില്ലേ? ആ ഒരു ജനാധിപത്യ മര്യാദ എങ്കിലും കാണിക്കൂ. അല്ല, ഞാൻ അജിംസ, ഞാൻ ചോദിക്കുന്നത് ആ ചോദ്യത്തിലൊരു പ്രശ്നമുണ്ട്. അതൊരു രാഷ്ട്രീയ ചോദ്യമല്ലേ? കാരണം ഇന്നലെ കണ്ടെത്തിയതുള്ളൂ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ കേരളയുടെ സേവന എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ ഫെയിലിയർ അല്ലേ? സർക്കാർ സംവിധാനങ്ങളുടെ ഫെയിലിയർ അല്ലേ? 2022 CAG റിപ്പോർട്ട് വന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാതെ അതിനെ നഖശികാന്തം എതിർത്ത പാർട്ടിയുടെ പ്രതിനിധി പറയുകയാണ് ഇന്നലെ കണ്ടെത്തിയല്ലേ ഉള്ളൂ എന്ന്. ഒരു ഗതിയും ഇല്ലാതെ വന്നപ്പോൾ യാദൃശികമായിട്ട് ഇത് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ ആധാർ കാർഡ് മാച്ച് ചെയ്യുമ്പോൾ അല്ലാതെ ഇത് കണ്ടെത്താൻ വേണ്ടി സർക്കാർ സംവിധാനം 2000 മുതൽ ഈ 2018 വരെയുള്ള കാലത്ത് ഈ അനർഹർക്ക് ലഭിച്ച സാമൂഹ്യക്ഷേമ പെൻഷൻ വഴി സംസ്ഥാന ഖജനാവിന് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എല്ലാ സർക്കാരുകളുടെ കാലത്ത് ഇത് സംഭവിക്കുന്നുണ്ടെന്നും CAG പറയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഭരിക്കുന്ന സർക്കാരിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിലുള്ള പ്രശ്നം CAG റിപ്പോർട്ട് വന്നതിന് ശേഷം, അങ്ങനെ ഒരു കണ്ടെത്തൽ വന്നതിന് ശേഷം എന്ത് നടപടിയെടുത്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പറയാനെങ്കിൽ വാദത്തിന് വേണ്ടി പറയാൻ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അനർഹർ മേടിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ മേടിച്ചിട്ടുണ്ടാകാം. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം എന്ത് നടപടിയാണ്, സത്വര നടപടിയാണ് ഈ സർക്കാർ സ്വീകരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണ്ടേ? ഇവിടെ ഞാൻ ചോദിക്കുന്നത്, ഈ മുനിസിപ്പാലിറ്റി, ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിനെ കുറിച്ചിട്ടാണ് ഇവിടെ ആക്ഷേപം ചർച്ചയൊക്കെ വന്നത്. മാധ്യമങ്ങളിൽ ആ വാർത്ത വരുന്നു. അവിടെ ഈ കണക്ക് കിട്ടിയപ്പോൾ തന്നെ മാധ്യമങ്ങൾക്ക് ആ വാർത്ത കൊടുത്തു. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു. BMW കാർ ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ പഴയ മുനിസിപ്പൽ ചെയർമാൻ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് എനിക്ക് പൂർണ്ണ ബോധ്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, മാധ്യമങ്ങൾ ചോദിക്കുകയാണ്, മാധ്യമങ്ങളുടെ പ്രതിനിധി ചോദിക്കുകയാണ്, ഈ ആളുകൾക്കെതിരെ എന്ത് നടപടിയെടുക്കും, ഇവരുടെ പേര് പുറത്തു വിടാമോ എന്ന് ചോദിക്കുമ്പോൾ മന്ത്രി പറയാം ഇനിയും പരിശോധന ബാക്കിയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ പരിശോധന നടത്താതെയാണോ ഇത്തരത്തിലൊരു വാർത്ത ബ്രേക്ക് ചെയ്തുകൊണ്ട് മന്ത്രി അതിൻ്റെ പുറകെ പോകുന്നത്? അപ്പോൾ അങ്ങനെ പോരാ, കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി ഇഴകീറി പരിശോധിച്ചിട്ട് അനർഹർ ആരാണെന്നുള്ള വിവരം പൊതുസമൂഹത്തിന്റെ മുൻപിൽ വരണം. ഞാൻ അതുകൊണ്ടാണ് നവീൻ ബാബുവിന്റെ കാര്യം പറഞ്ഞത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ മരണത്തിലേക്ക് ഒരു മനുഷ്യൻ പോകുമ്പോൾ അഴിമതി അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തറിയണ്ടേ? ആ പേര് വിവരം അറിയണം. ഇവരൊക്കെ നാളുകളിൽ ഇത് ആവർത്തിക്കാതിരിക്കണം. ഒന്നാമത്തെ കാര്യം. പിന്നെ അരുൺകുമാർ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പെൻഷന്റെ തുക കുറവായിരുന്നു. കൊടുത്ത തുക എത്രയായിരുന്നു? അന്നത്തെ വിലക്കയറ്റത്തിന്റെ അളവ് എന്തായിരുന്നു? അന്നത്തെ ഇൻഫ്ലേഷൻ റേറ്റ് എന്തായിരുന്നു? അന്ന് 1 കിലോ അരിയുടെ വില എത്രയായിരുന്നു? അന്ന് വൈദ്യുതി ചാർജ് എത്രയായിരുന്നു? വെള്ള ചാർജ് എത്രയായിരുന്നു? അന്ന് പച്ചക്കറിയുടെ
രൂപയുടെ വില എത്രയായിരുന്നു? അന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഇൻഫ്ലേഷൻ റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ പെൻഷൻ കൊണ്ട് ആളുകൾക്ക് ജീവിച്ചു പോകാമായിരുന്നു. ഇന്നത്തെ സാഹചര്യം അതല്ല. അപ്പൊ ഇനി അടുത്ത മറ്റേ UDF സർക്കാർ വരുമ്പോൾ പെൻഷൻ തുക സ്വാഭാവികമായിട്ട് കൂടുതലാകും. അത് ഓരോ കാലഘട്ടത്തിലും പെൻഷൻ തുക കൂടി വരുന്നത് ഒരു സർക്കാരിന്റെ നേട്ടമായിട്ട് പറയേണ്ട, വിലക്കയറ്റ തോതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനെ താരതമ്യം ചെയ്യുമ്പോൾ കുറവാണെന്ന് കൂടി മനസ്സിലാക്കണം. അടുത്തത് താങ്കൾ പറഞ്ഞത് എന്താ? അങ്കമാലി അർബൻ ബാങ്കിലെ PT പോളിന്റെ മരണം, അതിലെ ദുരൂഹത. PT പോൾ മരിച്ചത് ഹൃദയാഘാതം മൂലമാണെന്നുള്ള റിപ്പോർട്ട് കൊടുത്തത് കേരള സർക്കാരിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, കേരള സർക്കാരിന്റെ ആശുപത്രികളിൽ നിന്ന്, മെഡിക്കൽ കോളേജിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തത്, പോലീസ് റിപ്പോർട്ടുണ്ട്. അതിൽ അരുൺകുമാറിന് എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് പരാതി കൊടുക്കണം. അരുൺകുമാർ ഒരു വക്കീൽ കൂടിയല്ലേ. PT പോളിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞ് കേരള സർക്കാരിന്റെ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മറ്റേ പോസ്റ്റ്മോർട്ടം ചെയ്ത ആളുകൾക്കെതിരെയും മറ്റ് ആഭ്യന്തര വകുപ്പിനെതിരെയൊക്കെ പരാതി കൊടുക്കണം. രണ്ടാമത്തത്, താങ്കൾ ബാങ്കുകളുടെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു ബാങ്ക് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഭരിക്കുന്ന ബാങ്ക് മാധ്യമങ്ങൾക്കറിയാലോ. അല്ല, ഞാൻ പറയട്ടെ. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിലേക്ക് പ്രളയ ഫണ്ട് തട്ടിയെടുത്തതിന്റെ പേരിൽ സിയാദ് എന്ന് പറഞ്ഞ ഒരു സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ ആത്മഹത്യ ചെയ്തിട്ട് അതിന്റെ ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനെ കുറിച്ച് പറയൂ, തൃശ്ശൂർ മറ്റേ ടൗൺ കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് പറയൂ. അങ്ങനെ നിരവധി ബാങ്കുകളിലുണ്ടെന്നേ. ഈ തട്ടിപ്പുകളിൽ നടപടി എടുക്കേണ്ടത് സർക്കാരും സഹകരണ വകുപ്പാണ്. അതിൽ നടപടി എടുക്കണം. അതിൽ രാഷ്ട്രീയം പറഞ്ഞ് ചേരുന്നതിന്റെ അഭിപ്രായം പറയില്ലേ. ഈ വിഷയത്തെ കുറിച്ച് പറയും. ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടെന്നേ. ലിസ്റ്റ് എല്ലാവരുടെയും കയ്യിലുണ്ട്. അനധികൃതമായിട്ട് നിയമവിരുദ്ധമായിട്ട് ലോൺ എടുത്തിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് നിങ്ങൾ നടപടി എടുക്കണം. അത് സർക്കാർ എടുക്കണം. നിയമപരമായിട്ട് ലോൺ എടുത്തിട്ടുള്ള ആളുകളെ നമ്മൾ അടിക്കുന്ന പെട്രോളിനും ഡീസലിനും ₹1 വച്ച് സെസ് പിരിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ടാണ് ഇത് കൂടുതലായി സ്ക്രൂട്ടനി ചെയ്യപ്പെടുന്നത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. വളരെ നന്ദി ശ്രീ അരുൺകുമാർ, ശ്രീ ജിൻഡോ, ശ്രീ കോട്ടക്കൽ നഗരസഭ മുൻ ചെയർമാൻ KK നാസർ. ഇത്രയും സംസാരിച്ചവരുടെ ഇടവേള.